ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. രാവിലെ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5 മെയും എത്തിയിട്ടുണ്ട്, വിനീതുമുണ്ട്. ശനിയാഴ്ച ഇടന്ന് LGSൻ്റെ പരീക്ഷ നടക്കുകയാണ്, പ്രാഥമിക പരീക്ഷ. അപ്പോൾ അതെല്ലാം കൂടെ ഉദ്ദേശിച്ചുകൊണ്ടൊരു ക്ലാസ്സാണ് ഇവിടെ നിന്ന് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ഏതായാലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ വായിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതിയിട്ടുള്ളത്. അഭിപ്രായങ്ങൾ എഴുതിയ എല്ലാവർക്കും ഒരു പ്രത്യേക ആശംസ പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഭാരതരത്നം. ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം. സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്നം. ആ ഭാരതരത്നത്തെക്കുറിച്ച് തുടക്കവും അവസാനവും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് കിടക്കാം. ശരി, ഭാരതരത്നം കൊടുത്തു തുടങ്ങിയെന്നാണ് 1954 മുതലാണ് ഭാരതരത്ന കൊടുത്തു തുടങ്ങിയത്. 54 മുതൽ. ഭാരതരത്നത്തിന് തുകയിട്ടോ? തുകയില്ല. ഭാരതരത്നത്തിന് മറ്റ് പ്രിവിലേജസ് ഉണ്ട്. വിമാന ടിക്കറ്റ് വരെ കിട്ടും കേട്ടോ. അത് വളരെ ആനുകൂല്യങ്ങളാണ്. ഈ ഭാരതരത്നം 54 കിട്ടിയത് ആർക്കൊക്കെയാണ്? 1954 3 രാഗകൾക്കാണ്. ആർക്കൊക്കെയാണ് ആദ്യം കിട്ടിയത്? ഒന്ന് സി രാജഗോപാലാചാരി. ആ ക്വസ്റ്റ്യൻ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഭാരതരത്നം ആദ്യമായി സ്വീകരിച്ചത് ആരാണ്? സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിക്കാണ് ആദ്യം ലഭിച്ചത്. രണ്ടാമത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. മരണാനന്തരവും ഇത് കൊടുക്കുന്നു എന്ന് ശ്രദ്ധിച്ചോളണം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്തത് മൂന്നാമത്തതാണ് CV രാമൻ. CV രാമൻ. ഇവർക്ക് 3 പേർക്കുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നം ആദ്യമായി ലഭിച്ചത്. ആദ്യം സ്വീകരിച്ചത് സി രാജഗോപാലാചാരിയാണ്. സ്വീകരിച്ചത്. അപ്പോൾ ഒരു കാര്യം ഓരോ വാക്കുകൾ പറയാമോ? ആദ്യത്തേതാണ് സി രാജഗോപാലാചാരി. അദ്ദേഹമാണ് ചക്രവർത്തി രാജഗോപാലാചാരി. അദ്ദേഹത്തെയാണ് സേലത്തെ മാമ്പഴം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. പിന്നെ അത് മാത്രമല്ല, സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇദ്ദേഹത്തിന്റെ മുമ്പിലാണ് രാജേന്ദ്ര പ്രസാദ് ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്തത്. സി രാജഗോപാലാചാരി. അടുത്തത് രണ്ടാമത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇദ്ദേഹം തമിഴ്നാട്ടിലെ തിരുത്തണിയിലാണ് ജനിച്ചത്. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ 2 പ്രാവശ്യം ഉപരാഷ്ട്രപതിയായിരുന്നു, 2 ടേം. എന്നിട്ട് രണ്ടാമത്തെ ഇന്ത്യയുടെ പ്രസിഡന്റുമായിരുന്നു ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പ്രസിഡന്റ് ആകുന്ന 2ാമത്തെ വ്യക്തി. 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. അന്ന് ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5. ശരി, നമുക്ക് വിഷയത്തേക്ക് കിടക്കാം. ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്. ശരി, പിന്നെ ആരാണ്? അടുത്തത് CV രാമനാണ് രാമൻ എഫക്ട് പ്രസിദ്ധീകരിക്കുന്നത് 1928. ഇത് പ്രകാരം 1930 അദ്ദേഹത്തിന് ഫിസിക്സിന് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. ശരിയാണ്. അത് രാമാനുജൻ തമിഴ്നാട്ടുകാരൻ തന്നെയാണ് അല്ലേ? തമിഴ്നാട്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും എവിടത്തുകാരാണ്? എല്ലാം തമിഴ്നാട്ടുകാരാണ്. ആദ്യത്തെ 3 ഭാരതരത്ന ജേതാക്കളും തമിഴ്നാട്ടുകാരാണെന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. ഇനി അങ്ങനെ ചോദിക്കുമെന്ന് നമുക്കറിയില്ല. ഏതായാലും ഭാരതരത്നം മൊത്തം പറയാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. കറണ്ട് അഫയേഴ്സ് എന്നുള്ള അടിസ്ഥാനത്തിൽ അവസാനമായി ഭാരതരത്നം കിട്ടിയ ആളുകൾ ആരൊക്കെയാണ്? വർഷവും അവസാനമായിട്ട് ഭാരതരത്നം കൊടുത്തത് 2024 5 പേർക്കാണ് കിട്ടിയത്. 5 പേർക്ക്. അതിൽ ഓരോരുത്തരെയായിട്ട് എഴുതാം. ഒന്നാമതാണ് കർപ്പൂരി താക്കൂർ. ആദ്യത്തേതാണ് കർപ്പൂരി ഠാക്കൂർ. അദ്ദേഹം ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്നു. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് കർപ്പൂരി താക്കൂർ. അടുത്തത് രണ്ടാമത്തേതാണ് PV നരസിംഹറാവു. PV നരസിംഹറാവു 1991-96 കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു. അദ്ദേഹത്തിൻ്റെ ഇൻസൈഡർ എന്ന പുസ്തകവും പ്രശസ്തമാണ്. ആന്ധ്രക്കാരനാണെന്ന് കൂടി മനസ്സിലാക്കണം. അടുത്തതാണ് ചൗധരി ചരൺ സിംഗ്. അദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ്. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത വ്യക്തിയാണ് ആര്? പ്രധാനമന്ത്രിയായ ചൗധരി ചരൺ സിംഗ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടാണ്. ഉത്തർപ്രദേശുകാരനാണ്. പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായി. അടുത്തതാണ് LK അദ്വാനി. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉപപ്രധാനമന്ത്രിയും ഒക്കെ ആയിരുന്ന വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് LK അദ്വാനി. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇദ്ദേഹമാണ് 50ാമത് ഭാരതരത്ന ജേതാവാണ്. 50ാമത്. ശരി, അടുത്ത 5ാമത്തെയാണ് MS സ്വാമിനാഥൻ.
MS സ്വാമിനാഥൻ, കൃഷിശാസ്ത്രജ്ഞൻ എം MS സ്വാമിനാഥൻ. ശരി, ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? കാരണം ആദ്യം കിട്ടിയതും അവസാനത്തെ നമ്മൾ പറഞ്ഞു. ഇതിന് വേണമെങ്കിൽ 1955 ജവഹർലാൽ നെഹ്റു, 1971 ഭാരതരത്ന കിട്ടിയത് ഇന്ദിരാഗാന്ധി, 91 രാജീവ് ഗാന്ധി. നമുക്ക് മൊത്തം പറയാൻ നിൽക്കേണ്ട, കറണ്ട് അഫയേഴ്സിൽ ഇത് നമുക്ക് ആവശ്യമാണ്. ഇതിൽ പറയാൻ പറ്റുന്നത് കർപ്പൂരി ഠാക്കൂർ സാറ് പറഞ്ഞു, മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു. PV നരസിംഹറാവു, അതുപോലെ ചൗധരി ചരൺ സിംഗ്, LK അദ്വാനി, MS സ്വാമിനാഥൻ. ഇതില് LK അദ്വാനി മാത്രമേ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതുള്ളൂ. ബാക്കി എല്ലാവർക്കും കിട്ടിയത് എന്താണ്? മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന കിട്ടിയത്. ആദ്യം കിട്ടിയതും മരണാനന്തര ബഹുമതിയായിട്ടാണ്. ശരി, അതെ. ഇനി MS സ്വാമിനാഥനെ കുറിച്ച് പറയാനുള്ള 2-3 പോയിന്റുകൾ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MS സ്വാമിനാഥൻ. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. ഇദ്ദേഹം ജനിക്കുന്നത് 1925 ഓഗസ്റ്റ് 7-നാണ്. ഓഗസ്റ്റ് 7-ന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്നാമത്തേതാണ് ദേശീയ കൈത്തറി ദിനം, അതുപോലെ ജാവലിൻ ത്രോ ദിനം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ, ഇദ്ദേഹം ജനിക്കുന്നത് 1925 ഓഗസ്റ്റ് 7-നാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കർഷക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് എന്തുകൊണ്ട് ആഘോഷിക്കുന്നു? 1905 ഓഗസ്റ്റ് 7-നാണ് എന്ത് ആരംഭിച്ചത്? സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ബംഗാൾ വിഭജനത്തിന് ശേഷം അല്ലേ? അതുപോലെ ചോദിക്കുന്നതാണ് MS സ്വാമിനാഥൻ മരിക്കുന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 28. അതിന് വേറൊരു പ്രാധാന്യം കൂടെ ഉണ്ടല്ലോ അഞ്ചുമ. 2023 സെപ്റ്റംബർ 28-നാണ് MS സ്വാമിനാഥൻ മരിക്കുന്നത്. അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് 106ാം ഭരണഘടനാ ഭേദഗതി. അതിന്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. അത് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതും 2023 സെപ്റ്റംബർ 28-ലാണ്. അതിൽ എന്താണ് പറയുന്നത്? ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും ഡൽഹി നിയമസഭയിലെയും വനിതകൾക്ക് 33% സ്ത്രീ സംവരണം. പിന്നെ അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബില്ലാണ്. അതുപോലെ അതിന്റെ ബിൽ നമ്പർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 128 ആണ്. ശരി, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഭാരതരത്നത്തെ കുറിച്ചാണ്. സാർ ഒരു പോയിന്റ് കൂടെ. MS സ്വാമിനാഥനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കറണ്ട് അഫയർ ആണ്. MS സ്വാമിനാഥനെ കുറിച്ചുള്ള ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ് ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ. ഇന്ത്യയെ തീറ്റിയ മനുഷ്യൻ. ദ മാൻ ഹൂ FED ഫെഡ് ഇന്ത്യ. The man who fed FED. The man who fed India എന്ന് പറയുന്നത് MS സ്വാമിനാഥനെ കുറിച്ചുള്ള ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ്. അത് എഴുതിയതാണ് പ്രിയംവദ ജയകുമാർ. ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. പ്രിയംവദ ജയകുമാർ. ശരി, അങ്ങനെയാണെങ്കിലേ നമുക്കിത് ഒന്നുകൂടെ പറയണോ? അതേ നമുക്ക് അഴിച്ചിട്ട് അടുത്തേക്ക് ഒന്നുകൂടെ പറയൂ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. ഭാരതരത്ന കൊടുത്തു തുടങ്ങിയത് 1954-ലാണ്. ആദ്യം കിട്ടിയത് 3 പേർക്കാണ്. C. രാജഗോപാലാചാരി, ഡോക്ടർ S. രാധാകൃഷ്ണൻ, CV രാമൻ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2024-ലാണ് കൊടുത്തത്. 5 പേർക്കാണ് കിട്ടിയത്. ഒന്നാണ് കർപ്പൂരി ഠാക്കൂർ, മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു. PV നരസിംഹറാവു, മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ചൗധരി ചരൺ സിംഗ്, ഇദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അടുത്തത് LK അദ്വാനി, 50ാമത് ഭാരതരത്ന പുരസ്കാര ജേതാവാണ് LK അദ്വാനി. അടുത്തത് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ അന്തരിക്കുന്നത് 2023 സെപ്റ്റംബർ 28-നാണ്. ഇത് പറഞ്ഞപ്പോൾ ഈ വർഷം ഉള്ള ഒരു വിടവാങ്ങലായിരുന്നു മാധവ് ഗാഡ്ഗിലിൻ്റെത്. മാധവ് ഗാഡ്ഗിൽ എന്നാണ് മരിക്കുന്നത്? 2026 ജനുവരി 7-നാണ് മാധവ് ഗാഡ്ഗിൽ മരിക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2006 ജനുവരി 7-നാണ് മാധവ് ഗാഡ്ഗിൽ മരിക്കുന്നത്. ശരി, അപ്പോഴേ നമുക്കൊരു കാര്യം ഇതിനൊന്ന് അഴിച്ചിട്ട് ഇന്ത്യയിലെ പരമോന്നത പുരസ്കാരങ്ങൾ ഓർഡറിൽ എഴുതിയതിന് ശേഷം വലതു ഭാഗത്ത് കേരളത്തിൻ്റെ പരമോന്നത പുരസ്കാരങ്ങൾ ഓർഡറിൽ എഴുതുക. ഇന്ത്യയുടേത് ആദ്യത്തെ ഭാരതരത്നം, ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം. ഇന്ത്യയിൽ എത്ര സിവിലിയൻ അവാർഡുകളാണ് ഉള്ളത്? 4 എണ്ണമാണ് ഉള്ളത്. അതിൽ ഏറ്റവും പരമോന്നതമായതാണ് ഭാരതരത്ന. ഇന്ത്യയിൽ 5 എണ്ണം വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാരതരത്നം 1, 2 പത്മവിഭൂഷൺ, 3 പത്മഭൂഷൺ, അടുത്തത് പത്മശ്രീ. 4 എണ്ണം തന്നെ അല്ലേ? ശരി, പത്മശ്രീ. ഇതാണ് ഇന്ത്യയിലെ പരമോന്നത പുരസ്കാരങ്ങൾ, സിവിലിയൻ പുരസ്കാരങ്ങൾ. ബഹുജനങ്ങൾക്കും കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനെന്ത് പേര് വന്നത്? സിവിലിയൻ പുരസ്കാരം എന്ന് വന്നത്. ഏത് വ്യക്തികൾക്കും കിട്ടാമല്ലോ. ഇനി അത് ഇന്ത്യ. ഇവിടെ ഒരു കോളം വരച്ചിട്ട് കേരളത്തിലെ പരമോന്നത പുരസ്കാരങ്ങൾ
ഒന്ന്. ആദ്യത്തേതാണ് കേരള ജ്യോതി. കേരള ജ്യോതി. കേരള ജ്യോതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്മവിഭൂഷണിന് തുല്യമായിട്ടുള്ളത് ഏകദേശം. അടുത്തത് കേരളപ്രഭ. കേരളപ്രഭ. അടുത്തത് കേരളശ്രീ. കേരളശ്രീ. ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം ഏതാണ്? കേരള ജ്യോതി. രണ്ടാമത്തത് കേരളപ്രഭ. മൂന്നാമത്തത് കേരളശ്രീ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം ഭാരതരത്ന. രണ്ടാമത്തേത് പത്മവിഭൂഷൺ. മൂന്നാമത്തേത് പത്മഭൂഷൺ. നാലാമത്തേത് പത്മശ്രീ. അപ്പോൾ ഇത് മൂന്നിനുമാണ് സമാനമായിട്ട് ഇത് വരാനുള്ള കാരണം. അതുപോലെ 1954 മുതലാണ് ഇത് കൊടുത്തു തുടങ്ങിയെന്ന് പറഞ്ഞു. കേരളത്തിന്റെ അത് വരുമ്പോൾ 2022 മുതലാണ്. 2022. ഇതിൽ കേരള ജ്യോതി ഒരാൾക്ക് കൊടുക്കുന്നുള്ളൂ അല്ലേ? കേരള ജ്യോതി ഒരാൾക്ക്, കേരളപ്രഭ 2 പേർക്ക്, കേരളശ്രീ 5 പേർക്ക്, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ 2026 പത്മഭൂഷൺ പത്മശ്രീ ലഭിച്ച കേരളീയർ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കേരളീയരെ മാത്രം ഒന്ന് പരിശോധിക്കുക. അതായിരിക്കും കറണ്ട് അഫയേഴ്സ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? എഴുതിക്കോളൂ. ആദ്യത്തേതാണ് ഭാരതരത്ന, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ ആകെ 5 പേർക്കാണ് കിട്ടിയത്. അതിൽ എത്ര മലയാളികൾ? 3 മലയാളികൾ. ഇങ്ങനെ തന്നെ പഠിക്കണം. 3 മലയാളികൾ. 5 പേർക്ക് ആകെ കിട്ടി. അതിൽ 3 മലയാളികളാണ്. അത് വളരെ ഒരു അച്ചീവ്മെന്റ് ആണല്ലേ നമ്മളെ സംബന്ധിച്ച്. ഒന്ന് VS അച്യുതാനന്ദൻ. ആദ്യത്തേതാണ് VS അച്യുതാനന്ദൻ. സമരം തന്നെ ജീവിതം അല്ലേ? VS അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ മരിക്കുന്നത് 2025 ജൂലൈ 21-നാണ്. ജൂലൈ 21 മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ. ശരി, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ. ശരി. ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? പത്മവിഭൂഷൺ ലഭിച്ചു. ഇദ്ദേഹത്തിന് ഏത് മേഖലയാണ്? പബ്ലിക് അഫയേഴ്സിലാണ് കിട്ടിയത്. പബ്ലിക് അഫയേഴ്സ്. ശരി. അടുത്തത് രണ്ടാമത്തെ ആരാണ്? KT തോമസ്. അദ്ദേഹവും പബ്ലിക് അഫയേഴ്സ് തന്നെയാണ്. പബ്ലിക് അഫയേഴ്സിനാണ്. ഇദ്ദേഹത്തെ പറ്റി ചോദിക്കാൻ പറ്റുന്നത്, ഇദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് സോളമന്റെ തേനീച്ചകൾ. സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ് ആരുടെയെന്ന് ചോദിച്ചാൽ അത് KT തോമസിന്റെയാണ്. ബ്രാക്കറ്റിൽ സോളമന്റെ തേനീച്ചകൾ. ഞങ്ങളിത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ലല്ലോ. സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ് KT തോമസിന്റെയാണ്. KT തോമസ്. അടുത്തതാണ് P നാരായണൻ. സാഹിത്യവും വിദ്യാഭ്യാസവും. P നാരായണൻ. അപ്പോൾ പത്മവിഭൂഷൺ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പത്മഭൂഷണിലേക്ക് പോകാം. ആദ്യത്തേതാണ് പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ കിട്ടിയത് 5 പേർക്കാണ് കിട്ടിയത്. ഇന്ത്യയിൽ ആകെ കിട്ടിയത് 5 പേർക്കാണ്. അതിൽ 3 മലയാളികളാണ് ഉള്ളത്. ആദ്യത്തേതാണ് VS അച്യുതാനന്ദൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന വ്യക്തി, ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി, ഇതെല്ലാം ആരാണ്? VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ മരിക്കുന്നത് 2025 ജൂലൈ 21-നാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. അടുത്തതാണ് KT തോമസിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് സോളമന്റെ തേനീച്ചകൾ. ഇവർക്ക് 2 പേർക്കും കിട്ടിയത് പബ്ലിക് അഫയേഴ്സിലാണ് പുരസ്കാരം കിട്ടിയത്. അടുത്തതാണ് P നാരായണൻ. ഇദ്ദേഹത്തിന് കിട്ടിയത് സാഹിത്യം, അതുപോലെ വിദ്യാഭ്യാസ രംഗം, ഇതിലാണ് കിട്ടിയത്. കൺഗ്രാജുലേഷൻ. അടുത്തത് നമുക്ക് പത്മഭൂഷണിലേക്ക് വരാം. പത്മഭൂഷൺ മൊത്തം 13 പേർക്ക് ലഭിച്ചു കേട്ടോ. പത്മഭൂഷൺ എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ? 13 പേർക്ക് ലഭിച്ചു. ആകെ 13 പേർക്ക് കിട്ടി. അതിൽ 2 പേരാണ് മലയാളികൾ. 2 മലയാളികൾ 2 പേരാണ്. ഒന്ന് മമ്മൂട്ടി അല്ലേ? ഒന്നാമത്തത് മമ്മൂട്ടിയുടെ സ്വീകരിച്ച പടമൊക്കെ നമ്മൾ കണ്ടല്ലോ. മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. MG സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ നടൻ ആരാന്ന് ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മമ്മൂട്ടിയാണ്. ഇതേപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നുണ്ടോ? എൻ്റെ സുഹൃത്തുക്കൾ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നോക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയില്ലെങ്കിൽ ഞാൻ പിണങ്ങി പോകുമെന്നുള്ള ഉറപ്പാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തന്നെ വായിച്ച് ഉത്തരം പറയാൻ നോക്കാം. നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ. നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് അത്രമാത്രം ഈ സ്ഥാപനത്തോട് കൂറുള്ളവരാണ്. ശരി, അടുത്തത്. അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? അതും മമ്മൂട്ടിയാണ്. ശരി. അടുത്തതാണ് വെള്ളാപ്പള്ളി നടേശൻ. എനിക്ക് യഥാർത്ഥത്തിൽ ഭാരതരത്ന തരേണ്ടതാണ്. പക്ഷെ നിങ്ങളാരും അതിന് ശുപാർശ ചെയ്യുന്നില്ല. വെള്ളാപ്പള്ളിക്ക് കിട്ടിയില്ലേ? വെള്ളാപ്പള്ളി നടേശൻ. മമ്മൂട്ടിക്ക് കിട്ടിയത് ഏത് മേഖലയിലാണ്? കലയിലാണ് കിട്ടിയത്. കലാമേഖലയിലാണ് കിട്ടിയത്. വെള്ളാപ്പള്ളി നടേശന് പബ്ലിക് അഫയേഴ്സിലാണ്.
ശരി, വളരെ സന്തോഷം. പിന്നീട് ഇവിടെ വേറൊരു പ്രശ്നമുള്ള എന്താണെന്നറിയാം, ഈ VS അച്യുതാനന്ദൻ പത്മവിഭൂഷൺ സ്വീകരിച്ചില്ല. കെ.ആർ. ഗൗരിയമ്മയൊന്നും ഈ അവാർഡുകൾ സ്വീകരിക്കാൻ പോയിട്ടില്ല. ശരി, അടുത്തതിലേക്ക് വന്നാൽ പത്മശ്രീ മൊത്തം 113 പേർക്ക് കൊടുത്തു. എടോ, ഇതൊക്കെ നിങ്ങൾ പഠിക്കണോടോ, ആത്മാർത്ഥമായിട്ട് നിന്ന് പഠിക്കും, നിങ്ങൾക്ക് ജോലി കിട്ടും തീർച്ചയാണ്. ആകെ 113 പേർക്ക് കിട്ടി. അതിലും 3 മലയാളികളാണ്. അതിൽ ഒന്നാമത്തെയാണ് കലാമണ്ഡലം വിമല മേനോൻ. മോഹിനിയാട്ടം അല്ലേ? കലാരംഗത്താണ്, കലയിൽ തന്നെ മോഹിനിയാട്ട നർത്തകിയാണ്. ശരി, കലാമണ്ഡലം വിമല മേനോൻ. അടുത്തതാണ് കൊല്ലക്കയിൽ ജി ദേവകിയമ്മ. കൊല്ലക്കയിൽ ജി ദേവകിയമ്മ സാമൂഹ്യ സേവനം. കൊല്ലക്കയിൽ ജി ദേവകിയമ്മ. അടുത്തതാണ് A.E. മുത്തുനായകം. പത്മശ്രീ ലഭിച്ചവരാണല്ലേ? അടുത്തത് A.E. മുത്തുനായകം. ഇദ്ദേഹം ISROയുടെ ചെയർമാനൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ISROയുടെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അത് വേണമെങ്കിൽ അത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ശരി, അപ്പൊ പത്മശ്രീ 113 പേർക്കാണ് കിട്ടിയത്. അതിൽ 3 മലയാളികളാണ്. കലാമണ്ഡലം വിമല മേനോൻ കലാരംഗത്താണ്, മോഹിനിയാട്ട നർത്തകിയാണ്. കൊല്ലക്കയിൽ ജി ദേവകിയമ്മ സാമൂഹ്യ പ്രവർത്തനമാണ്. അടുത്തത് A.E. മുത്തുനായകം, ISROയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ്. ശരി, അടുത്തത്. അപ്പൊ പത്മ പുരസ്കാരങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിന് സമാനമായിട്ടാണ് കേരള പുരസ്കാരങ്ങൾ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കേരള പുരസ്കാരത്തിലേക്ക് പോയാൽ എന്താ? ആദ്യത്തേതാണ് കേരള ജ്യോതി. കേരളത്തിലെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം ഏതാണ്? കേരള ജ്യോതി. പറഞ്ഞു കേരള ജ്യോതി കൊടുത്തു തുടങ്ങിയത് എന്നാണ് 2022 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. 2022 പ്രമുഖ കേരള ജ്യോതി പുരസ്കാര ജേതാവ് ആരാണ്? അത് MT വാസുദേവൻ നായർ. MTക്കാണ് ആദ്യ കേരള ജ്യോതി കിട്ടിയത്. MT വാസുദേവൻ അദ്ദേഹത്തിന്റെ ഒരു നാടകമാണ് ഗോപുരനടയിൽ. കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഗോപുരനടയിൽ എന്ന നാടകം എഴുതിയത് MT വാസുദേവൻ. വേറെ ഒരുപാട് എഴുതിയിട്ടുണ്ട്, അതൊന്നും നമ്മൾ പറയുന്നില്ല, അത് വിട്ടുകളയാൻ നമുക്ക്. അടുത്തത് 2023 ടി പത്മനാഭനാണ് കിട്ടിയത്. 2023 കിട്ടിയത് ടി പത്മനാഭൻ. 2024 MK സാനു. ഈ ടി പത്മനാഭനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഗാസയിലെ പെൺകുട്ടികൾ. ഗാസയിലെ പെൺകുട്ടികൾ എന്ന കൃതി എഴുതിയത് ടി പത്മനാഭനാണ്. അടുത്തത് 2024 കിട്ടിയത് MK സാനു. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കർമ്മഗതി എന്ന ആത്മകഥ എഴുതിയത് MK സാനു ആണ്. അടുത്തത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2025 കേരള ജ്യോതി പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് രാഘവ വാര്യർ. ഈ MR രാഘവ വാര്യർ ചോദിക്കും. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് പുരസ്കാരം കിട്ടിയത്. ശരി, ഒന്നുകൂടെ വായിക്കാമോ? കേരള ജ്യോതി പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 2022 മുതലാണ്. പ്രഥമ ജേതാവാണ് MT വാസുദേവൻ നായർ. 2023 കിട്ടിയത് ടി പത്മനാഭൻ, 24 MK സാനു, 25 MR രാഘവ വാര്യർ. ശരി, അടുത്ത നമുക്ക് കേരള പ്രഭയിലേക്ക് പോകാം. കേരള പ്രഭ 2 പേർക്കാണ് കൊടുക്കുന്നത്. 2025 കേരള പ്രഭ കിട്ടിയത് 2 പേർക്കാണ്. ആർക്കൊക്കെയാണ്? ഒന്ന് PB അനീഷ്. കാർഷിക രംഗം. PB അനീഷ്. അടുത്തത് കാർഷിക രംഗമാണ്. അടുത്തത് രാജശ്രീ വാര്യർ. ഇതൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ വളരെ നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. രാജശ്രീ വാര്യർ കലാരംഗമാണ്. അപ്പോൾ 2 എണ്ണം കൂടിയായി. ഏതൊക്കെയാണ്? കേരള ജ്യോതിയായി, കേരള പ്രഭ 2 പേർക്കാണ് കിട്ടിയത്. ഒന്ന് PB അനീഷ് കാർഷിക രംഗമാണ്, രാജശ്രീ വാര്യർ കലാരംഗമാണ്. അടുത്തത് കേരളശ്രീയാണ് നമുക്ക് വരാനുള്ളത്. ഇതൊന്ന് വായിച്ചിട്ട് കേരളശ്രീ മൊത്തം 5 പേർക്ക് കൊടുക്കുന്നുണ്ട്. അതപ്പോൾ 5 പേരുടെ പേരൊന്ന് എഴുതിയിട്ടത് ഏത് മേഖലയാണെന്നൂടെ എഴുതാം. ഇത് ഒരു തവണ നോക്കി വെച്ചാൽ അതിൻ്റെ പ്രത്യേകത ഒരു 3-4 തീരെ വായിച്ചാൽ കാണാതെ പഠിക്കേണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉത്തരം തിളങ്ങും. നെഗറ്റീവ് എഴുതരുത്. ശനിയാഴ്ചത്തെ പരീക്ഷയ്ക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. പ്രാഥമിക പരീക്ഷയാണ്. നെഗറ്റീവ് എഴുതി ആകെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പഴയ ക്ലാസ്സുകളെല്ലാം ഒന്ന് കാണണം. അപ്പോൾ താൻ ബോർഡ് അടിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെസ്, അടുത്തത് കേരളശ്രീയെ സംബന്ധിച്ചാണ്. 5 പേർക്കാണ് കേരളശ്രീ പുരസ്കാരം കൊടുക്കുന്നത്. ഇത് സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. ഇതിന് ക്യാഷ് അവാർഡില്ല. വലിയൊരു ബഹുമതിയാണിത്. പക്ഷേ അത് അർഹതയുള്ള ആൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? ശരി, അടുത്തത് കേരളശ്രീ 5 പേർക്കാണ്. ആദ്യം കിട്ടിയത് ശശികുമാർ. പ്രശസ്തനായ മാധ്യമ പ്രവർത്തകനാണ് ശശികുമാർ. ജേർണലിസം അല്ലെങ്കിൽ പത്രപ്രവർത്തനമാണ് കിട്ടിയത്. അതെ. രണ്ടാമത്തേതാണ് MK വിമൽ ഗോവിന്ദ്. സംരംഭകനാണ്.
MK വിമൽ ഗോവിന്ദ് സംരംഭകനാണ്. ശരി. മൂന്നാമത്തത് ഷഹൽ ഹസൻ മുസലിയാർ. ഷഹൻ ഹസൻ മുസലിയാർ. ഇത് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചാൽ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഇത്, പക്ഷേ ഒരു 3-4 തീരെ വായിക്കണം, അപ്പോൾ ഉത്തരത്തിൽ തിളങ്ങും. ഷഹൽ ഹസൻ മുസലിയാർ വിദ്യാഭ്യാസം. അടുത്തത് 4-ാമത്തതാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. ജിലുമോൾ മാരിയറ്റ് തോമസ് ഇൻഫ്ലുവൻസർ ആണ്, അതായത് വിവിധ മേഖലയുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയത്. അതെ അതെ. ജിലുമോൾ മാരിയറ്റ് തോമസ്. അടുത്തത് അഭിലാഷ് ടോമി. ഈ അഭിലാഷ് ടോമിയെ കുറിച്ച് PSCക്ക് പണ്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പായ്ക്കപ്പലിൽ ലോകം ചുറ്റിയ വ്യക്തിയാണ് അഭിലാഷ് ടോമി. ആ പായ്ക്കപ്പലിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. മാതേയി എന്നുള്ള പായ്ക്കപ്പലിലാണ് അദ്ദേഹം ലോകം ചുറ്റാൻ ഇറങ്ങിത്തിരിച്ചത്. അത് PSCക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അഭിലാഷ് ടോമിക്ക് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയത്. കായിക മേഖല. ശരി. അപ്പോൾ ഒന്ന് വായിക്കാമോ? അപ്പോൾ കേരളശ്രീ പുരസ്കാരം കിട്ടിയത് 5 പേർക്കാണ്. ശശികുമാർ, MK വിമൽ ഗോവിന്ദ്, ഷഹൽ ഹസൻ മുസലിയാർ, ജിലുമോൾ മാരിയറ്റ് തോമസ്, അഭിലാഷ് ടോമി. ഇതിൽ ശശികുമാർ മാധ്യമ പ്രവർത്തനം, MK വിമൽ ഗോവിന്ദ് സംരംഭകൻ എന്ന മേഖലയിലാണ് കിട്ടിയത്. ഷഹൽ ഹസൻ മുസലിയാർ വിദ്യാഭ്യാസ മേഖല, ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ രംഗം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആണ്. അതുപോലെ അഭിലാഷ് ടോമി കായിക രംഗവുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയത്. ശരി. ഇത് പറയാൻ നിന്നാൽ ഒരുപാട് പറയേണ്ടി വരും, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അടുത്തത് നമുക്ക് ചില പുരസ്കാരങ്ങളിലേക്ക് കടക്കാം. കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കാം. ഇന്ന് തുടങ്ങി അവസാനം കിട്ടിയത് ആർക്കാണ്? ശരി. എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം 1993-ലാണ്. ആദ്യ ജേതാവാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. എത്ര ലക്ഷമാണ് സമ്മാനത്തുക? 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 5 ലക്ഷം മുകളിലൊന്നും എഴുതിയിടുന്നത് നല്ലതായിരിക്കും. 5 ലക്ഷം. ആദ്യം കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. അവസാനമായി കിട്ടിയത് 2025 KG ശങ്കരപ്പിള്ള. രണ്ടാമത് കിട്ടിയത് ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ബാലാമണി അമ്മണി. 2024 NS മാധവൻ. 2024 ജേതാവാണ് NS മാധവനെ കുറിച്ച് പറയുമ്പോൾ 2026 കേരള നിയമസഭാ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് NS മാധവൻ. നിയമസഭാ പുരസ്കാരം ഒന്ന് ബ്രാക്കറ്റ് എഴുതും, അത് ചോദിക്കാമല്ലോ. 2026 നിയമസഭാ പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം ലഭിച്ചു. ശരി. ഇനി ഈ NS മാധവന്റെ കൃതികൾ PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. NS മാധവന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്ന് ഹിഗ്ഗിറ്റ, അതുപോലെ വൻമരങ്ങൾ വീഴുമ്പോൾ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ, ഭീമച്ചൻ, തിരുത്ത് തുടങ്ങിയ കൃതികൾ. ഇതിലെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ടതാണ്. അതും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ശരിയല്ല? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കൃതികൾ ചോദിച്ചിട്ട് എന്ത് അതിൻ്റെ വിഷയമാണ് ചോദിക്കുന്നത്? ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, R രാജശ്രീയുടെ ആത്രേയകം എന്തുമായി ബന്ധപ്പെട്ട? മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതാണ് നിരമിത്രൻ. ശിഖണ്ഡി എന്ന് ഉച്ചരിക്കുന്നില്ല, പിന്നെ എന്തേ പറയുന്നുള്ളൂ? നിരമിത്രൻ എന്നാണ് ശിഖണ്ഡിക്കുള്ള പദം ഉപയോഗിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ശരി. അതുപോലെ തന്നെ പിന്നെ KR മീരയുടെ ആരാച്ചാർ എന്നത് വധശിക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. കൊൽക്കത്തയിലാണ് കഥ നടക്കുന്നത്, അല്ലേ? ചേതന കഥാപാത്രം. നമുക്കത് വിട്ടുകളയാം. KG ശങ്കരപിള്ളയ്ക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞു. KG ശങ്കരപിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്ന് കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അതുപോലെ സഞ്ചാരി മരങ്ങൾ, അതുപോലെ ബംഗാൾ. ഇവയെല്ലാം KG ശങ്കരപിള്ളയുടെ പ്രധാന കൃതികളാണ്. ഒന്നാമത്തത് കൊച്ചിയിലെ വൃക്ഷങ്ങൾ, സഞ്ചാരി മരങ്ങൾ, അതുപോലെ ബംഗാൾ. വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന് കേട്ടപ്പോൾ കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത് മംഗളവനം. ഈ മംഗളവനത്തിൽ കാണുന്ന ഒരു പക്ഷി അതാണ് കടവാവലുകൾ കാണുന്ന എവിടെയാണ്? മംഗളവനത്തിലാണ്. ശരി. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എന്താ? അടുത്തതാണ് വയലാർ അവാർഡ്. ഇതിനൊക്കെ പ്രത്യേകം ഒരു ബുക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം പ്രത്യേകം ബുക്കുണ്ട്. വയലാർ അവാർഡ് പ്രഖ്യാപിച്ച ഉടൻ അവൻ്റെ താഴെ അവരെഴുതും 1 ലക്ഷം രൂപയാണ്. വയലാർ അവാർഡ് 1 ലക്ഷം രൂപയാണ്. എന്നൊട്ടാണ് കൊടുത്തു തുടങ്ങിയത്? 1977 തൊട്ടാണ് തുടങ്ങിയത്. പ്രമുഖ ജേതാവാണ് ലളിതാംബിക അന്തർജനം. കൃതിയാണ് അഗ്നിസാക്ഷി.
അടുത്തതാണ് വയലാർ അവാർഡ്. വയലാർ അവാർഡിന്റെ സമ്മാന തുക 1 ലക്ഷം രൂപയാണ്. 1977 മുതലാണ് വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. പ്രഥമ ജേതാവാണ് ലളിതാംബിക അന്തർജനം. കൃതിയാണ് അഗ്നിസാക്ഷി. ഇതിലെ കഥാപാത്രമാണ് തേതിക്കുട്ടിക്കാവ്. ഈ ലളിതാംബിക അന്തർജനം കൊല്ലം ജില്ലക്കാരിയാണ് അല്ലേ? നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരായിട്ടാണ് കൃതികൾ എഴുതിയത്. അവരുടെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ്? മറ്റു കൃതിയാണ് ഗോസായി പറഞ്ഞ കഥ അവരുടെ കൃതിയാണ്. ആത്മകഥയ്ക്കൊരു ആമുഖം, അത് ആത്മകഥയാണ്. ആത്മകഥയ്ക്കൊരു ആമുഖം അതൊക്കെ ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതികളാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ശരി, അപ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയവരെ മാത്രം പറഞ്ഞു പോകാം. 2023 കിട്ടിയതാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് കിട്ടിയത്. 2024 കിട്ടിയ വ്യക്തിയാണ് അശോകൻ ചരുവിൽ. അദ്ദേഹത്തിന്റെ കൃതിയാണ് കാട്ടൂർ കടവ്. അശോകൻ ചരുവിൽ അദ്ദേഹത്തിന്റെ കൃതിയാണ് കാട്ടൂർ കടവ്. 2025 ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് 49ാമത്തെ ഈ സന്തോഷ് കുമാർ, തപോമയിയുടെ അച്ഛൻ. ഈ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് കിട്ടിയത്. ഇദ്ദേഹത്തിന്റെ ഈ കൃതിക്ക് തന്നെ എന്ത് കിട്ടി? 2025 മലയാറ്റൂർ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. ബ്രാക്കറ്റിൽ താഴോട്ടൊരു ആരോ ഇട്ടിട്ട് മലയാറ്റൂർ പുരസ്കാരം. മലയാറ്റൂർ രാമകൃഷ്ണൻ IAS കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേരുകൾ വളരെ പ്രശസ്തമായ കൃതിയാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ യന്ത്രം, വേരുകൾ, യക്ഷി, അതൊക്കെ അദ്ദേഹത്തിന്റെ സർവീസ് സ്റ്റോറി. അമൃതം തേടി ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മറന്നുപോയി, എല്ലാം മറന്നുപോവുകയാണ്. അമൃതം തേടി. ഈ സന്തോഷ് കുമാറിന്റെ മറ്റു പ്രധാന കൃതികളാണ് ഒന്ന് ജ്ഞാനഭാരം, അതുപോലെ അന്ധകാരനഴി. ഇതെല്ലാം ഈ സന്തോഷ് കുമാറിന്റെ കൃതികളാണ്. ഇത്രയും ഒന്ന് പറഞ്ഞതിന് ശേഷം ഈ 2 അവാർഡും ഒന്നുകൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1993 മുതലാണ്. 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. പ്രഥമ ജേതാവാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യ വനിതയാണ് ബാലാമണി അമ്മ. 2024 കിട്ടിയത് NS മാധവനാണ്. അദ്ദേഹത്തിനാണ് 2026 നിയമസഭാ പുരസ്കാരം കിട്ടിയതെന്ന് ഓർക്കുക. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് KG ശങ്കരപിള്ള. അടുത്തത് വയലാർ അവാർഡ്. 1 ലക്ഷം രൂപയാണ് സമ്മാന തുക. 1977 മുതലാണ് നൽകി തുടങ്ങിയത്. പ്രഥമ ജേതാവാണ് ലളിതാംബിക അന്തർജനം. കൃതി അഗ്നിസാക്ഷി. ഇനി 2023 കിട്ടിയത് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. 2024 കിട്ടിയത് അശോകൻ ചരുവിൽ. കൃതി കാട്ടൂർ കടവ്. 2025 ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ഈ സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് കിട്ടിയത്. ഇതേ കൃതിക്ക് തന്നെയാണ് അദ്ദേഹത്തിന് മലയാറ്റൂർ പുരസ്കാരവും കിട്ടിയത്. മലയാറ്റൂർ പുരസ്കാരം പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങളും കൂടെ പറയാം. ഈ വർഷത്തെ മലയാറ്റൂർ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഈ സന്തോഷ് കുമാറിനാണ്. എന്നാൽ മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയത് ആർക്കാണ്? അത് അരുന്ധതി റോയ്ക്കാണ്. മലയാറ്റൂർ പുരസ്കാരമാണെങ്കിൽ അത് ഈ സന്തോഷ് കുമാറിനാണ്. എന്നാൽ മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് ആണെങ്കിൽ അത് അരുന്ധതി റോയ്ക്കാണ്. സമഗ്ര സംഭാവനയ്ക്കാണ് കിട്ടിയത്. എന്നാൽ മലയാറ്റൂർ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? അത് സലിൽ മാങ്കുഴിയാണ്. അദ്ദേഹത്തിന്റെ ആനന്ദലീല എന്ന കൃതിക്കാണ് കിട്ടിയത്. സലിൽ മാങ്കുഴി, അദ്ദേഹത്തിന്റെ ആനന്ദലീല. ഇത്രയും അഴിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇവിടുത്തെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നത് ആദ്യത്തെ അരമണിക്കൂർ കറണ്ട് അഫയേഴ്സാണ്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ അരമണിക്കൂർ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. നിങ്ങളുടെ രീതി അങ്ങനെ ആകണമെന്നില്ലല്ലോ. അടുത്ത ഓടക്കുഴൽ അവാർഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓടക്കുഴൽ അവാർഡ്, ഇതൊരു ബുക്കിൽ എഴുതുക. ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ എന്ന കൃതി എഴുതിയത് ആരാണ്? ഓടക്കുഴൽ എന്ന കൃതി എഴുതിയത് G ശങ്കരക്കുറുപ്പാണ്. ശരി, അദ്ദേഹം ഏർപ്പെടുത്തിയതാണ് ഓടക്കുഴൽ അവാർഡ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയപ്പോൾ അതിൽ നിന്നുള്ള തുക എടുത്തുകൊണ്ട് തുടങ്ങിയതാണ് ഓടക്കുഴൽ അവാർഡ്. കൊടുത്തു തുടങ്ങി 1969 1969 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. ആദ്യ ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ തുളസീദാസ രാമായണം എന്ന കൃതിക്കാണ് കൊടുത്തത്. കേരള തുളസീദാസ് എന്ന് വിളിക്കുന്ന ആരെ തന്നെയാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെ തന്നെയാണ്. അടുത്ത 2023 PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ്. അതെ, ഇതിൽ കവിത മാംസഭോജിയാണ് എഴുതിയത്. ആരെന്ന് നോക്കി വെച്ചാൽ മതി, വർഷമൊന്നും നോക്കാൻ നിൽക്കണ്ട. 2024 K അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിന്റെ ഗോപ. അപ്പോൾ ഗോപ എഴുതിയത് ആര്? അങ്ങനെ നോക്കി പോയാൽ മതി കേട്ടോ. ഗോപ, K അരവിന്ദാക്ഷൻ. 2025 ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് EP രാജഗോപാലൻ. ഉൾക്കഥ. രാജഗോപാലൻ, അദ്ദേഹത്തിന്റെ ഉൾക്കഥ. ഈ ഉൾക്കഥ എന്ന് പറയുന്ന ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് വെച്ചാൽ അതൊരു സാഹിത്യ വിമർശന ഗ്രന്ഥമാണ്.
EP രാജഗോപാലന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് 2025 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. ശരി, നമുക്ക് ഓടക്കുഴൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓടക്കുഴൽ അവാർഡ് കൊടുത്തു തുടങ്ങിയത് 1969 പ്രഥമ ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കൃതിയാണ് തുളസീദാസ രാമായണം. 2023 കിട്ടിയത് PN ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ്. 2024 കിട്ടിയത് K അരവിന്ദാക്ഷൻ എഴുതിയ ഗോപ എന്ന കൃതിക്കാണ്. 2025 ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് EP രാജഗോപാലന്റെ ഉൾക്കഥ എന്ന വിമർശന ഗ്രന്ഥത്തിനാണ്. അടുത്തതിന് വള്ളത്തോൾ പുരസ്കാരത്തിലേക്ക് കിടക്കാം. വള്ളത്തോൾ പുരസ്കാരം 1991 വള്ളത്തോൾ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. നരസിംഹറാവു പ്രധാനമന്ത്രിയായതും 91 പുത്തൻ സാമ്പത്തിക നയം വരുന്നതും 91 അല്ലേ? എല്ലാവർക്കും നന്നായിട്ടറിയാം. 1990 ജർമ്മനിയുടെ ഏകീകരണം നടക്കുന്നത്. 91 റഷ്യ പല രാജ്യങ്ങളായി, USSR പല രാജ്യങ്ങളായി തകർന്നത്. ഇതും നിങ്ങൾക്കറിയാമല്ലോ. ശരി, അടുത്ത വള്ളത്തോൾ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1991 മുതലാണ്. അതിന്റെ സമ്മാനത്തുക എത്രയാണ്? 1,11,111 രൂപയാണ്. മൊത്തം എത്ര ഒന്ന് വരും? 6 ഇടും. ശരി, ആദ്യം കിട്ടിയത് ആർക്കാണ്? ആദ്യ ജേതാവാണ് പാല നാരായണൻ നായർ. പാല നാരായണൻ നായരാണ് ആദ്യ ജേതാവ്. ആദ്യ വനിതയാണ് ബാലാമണി അമ്മ. എഴുത്തച്ഛൻ പുരസ്കാരവും വള്ളത്തോൾ പുരസ്കാരവും ലഭിച്ച ആദ്യ വനിതയാണ് ബാലാമണി അമ്മ. ശരി, അപ്പൊ പാല നാരായണൻ നായർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കൃതിയാണ് കേരളം വളരുന്നു. വെരി ഇമ്പോർട്ടൻസ്. ശരി, ഇപ്പം ഈ വള്ളത്തോൾ പുരസ്കാരം ഏറ്റവും അവസാനം കൊടുത്തത് 2019 അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. 2019 ജേതാവാണ് പോൾ സക്കറി. അതിനുശേഷം കൊടുത്തിട്ടില്ല. അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1991 മുതലാണ്. 1,11,111 രൂപയാണ് സമ്മാന തുക. പ്രഥമ ജേതാവാണ് പാല നാരായണൻ നായർ. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് കേരളം വളരുന്നു. ഇനി 2029 ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തത്. അതിനുശേഷം കൊടുത്തിട്ടില്ല. പോൾ സക്കറിയക്കാണ് കിട്ടിയത്. ശരി, നമുക്കിനി മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിലേക്ക് പോകാം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. ശരി, അത് ആദ്യം കിട്ടിയത് ആർക്കാണ്? ആദ്യം കിട്ടിയത് തിക്കോടിയനാണ്. 2000 കൊടുത്തു തുടങ്ങിയത്. 2000 കിട്ടിയത് തിക്കോടിയൻ അല്ലെങ്കിൽ P കുഞ്ഞനന്ദൻ നായർക്കാണ് കിട്ടിയത്. ശരി. അടുത്തത് 2024 കിട്ടിയത് സാറ ജോസഫിനാണ്. അലാഹയുടെ പെൺമക്കളൊക്കെ എഴുതിയ സാറ ജോസഫ്. അലാഹയുടെ പെൺമക്കൾ ബുധിനി വളരെ പ്രധാനപ്പെട്ട പാപത്തറ, അതുപോലെ ഒതപ്പ്, മാറ്റാത്തി, ഇതെല്ലാം എഴുതിയത് സാറ ജോസഫ് ആണ്. ശരി. 2024 കിട്ടിയത് സാറ ജോസഫ്. 2025 മേതിൽ രാധാകൃഷ്ണൻ. പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാം. മേതിൽ രാധാകൃഷ്ണൻ. അപ്പൊ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 2000 പ്രഥമ ജേതാവാണ് തിക്കോടിയൻ. 2024 കിട്ടിയത് സാറ ജോസഫ് ആണ്. പ്രധാന കൃതികളാണ് ബുദ്ധിനി, അലാഹയുടെ പെൺമക്കൾ, പാപത്തറ, ഒതപ്പ്, മാറ്റാത്തി, ഇതെല്ലാം ഓർക്കാം. 2025 ജേതാവാണ് മേതിൽ രാധാകൃഷ്ണൻ. ശരി, നമുക്ക് ഇനി അടുത്ത് ONV പുരസ്കാരത്തിലേക്ക് പോകാം. ONVയുടെ പ്രധാന കൃതി നമുക്കറിയാം. ഉപ്പ് ഒക്കെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് ONV പുരസ്കാരം. ONV പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് എന്ന് മുതലാണ്? 2017 മുതലാണ്. 2017 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. പ്രഥമ ജേതാവ് സുഗതകുമാരി ടീച്ചറാണ്. നമുക്കറിയാം കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷയാരാണ്? അതും സുഗതകുമാരി ടീച്ചറാണ്. 1996 മാർച്ച് 14. ശരി, അടുത്തത് 2025 പ്രഭാവർമ്മ. 2025 പ്രഭാവർമ്മ. 2026 എം മുകുന്ദൻ. ONV സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 2017 മുതലാണ്. പ്രഥമ ജേതാവാണ് സുഗതകുമാരി ടീച്ചർ. 2025 കിട്ടിയത് പ്രഭാവർമ്മ. 2026 എം മുകുന്ദൻ. ശരി, അടുത്തത് ഹരിവരാസനം പുരസ്കാരം. ഇത് ഞങ്ങളുടെ വീട്ടിലെ നടക്കുന്ന ക്ലാസ്സിൽ എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്യും. എല്ലാ ദിവസവും ഹരിവരാസന പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം 2012 ശബരിമല മകരവിളക്കിനാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ, അല്ലേ? അപ്പൊ പ്രഥമ ജേതാവ് ആരാണ്? KJ യേശുദാസ് ആണ്. പ്രഥമ ജേതാവ്. 2024 കിട്ടിയത് ആർക്കാണ്? PK വീരമണിദാസനാണ് കിട്ടിയത്. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും. 2026 ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് തിരുവിഴ ജയശങ്കർ. അതായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.
2024 ആണെങ്കിൽ PK വീരമണിദാസൻ, 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, 2026 കിട്ടിയത് തിരുവിഴ ജയശങ്കർ. അദ്ദേഹം നാഗസ്വര വിദ്വാനാണ്. നാഗസ്വര വിദ്വാൻ. ശരി, അടുത്തത് പത്മപ്രഭ പുരസ്കാരത്തിലേക്ക് പോകാം. പത്മപ്രഭ പുരസ്കാരം ശരി, കൊടുത്തു തുടങ്ങിയത് 1996. 1996 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. ആദ്യം കിട്ടിയത് പുതൂർ രാധാകൃഷ്ണൻ. 2026 ഇനി പറഞ്ഞാൽ മതി. 2026 ആർ രാജശ്രീ. 2025 ആലങ്കോട് ലീലാകൃഷ്ണൻ. അദ്ദേഹം അസംബ്ലി ഇലക്ഷനൊക്കെ മത്സരിച്ച ആളാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, പത്മപ്രഭ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1996 മുതലാണ്. ആദ്യ ജേതാവാണ് പുതൂർ രാധാകൃഷ്ണൻ. 2025 ജേതാവാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2026 ജേതാവാണ് ആർ രാജശ്രീ. ആർ രാജശ്രീയുടെ ഒരു പ്രധാന കൃതിയാണ് ആത്രേയകം. ഇതിൽ ശിഖണ്ഡിയുടെ സ്വഭാവമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആളുടെ പേരാണ് നിരമിത്രൻ. PSC 1 മാർക്ക്. മഹാഭാരതവുമായി ബന്ധപ്പെട്ടതാണ്. ശരി, അടുത്തത് ജ്ഞാനപീഠം അവാർഡിലേക്ക് കടക്കാം. 1965 ആദ്യം ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പ്. 1965 മുതലാണ് നൽകി തുടങ്ങിയത്. ആദ്യ ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. 2024 കിട്ടിയത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. അദ്ദേഹം ഇടയ്ക്ക് മരിച്ചു കേട്ടാ. വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡുകാരനാണ്, ഹിന്ദി എഴുത്തുകാരനാണ്. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. വിനോദ് കുമാർ ശുക്ല ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. വിനോദ് കുമാർ ശുക്ല. ഇനി 2025 കൊടുത്തത് 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് 2025 കിട്ടിയത്. ആർ വൈരമുത്തു ജ്ഞാനപീഠ അവാർഡ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തമിഴ് കവിയാണ്. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം 1965 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. പ്രഥമ ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. 2024 ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. ഇദ്ദേഹം ഛത്തീസ്ഗഡ് എഴുത്തുകാരൻ അല്ലെങ്കിൽ ഹിന്ദി എഴുത്തുകാരനാണ്. 2025 കിട്ടിയത് ആർ വൈരമുത്തുവിനാണ്. ഇദ്ദേഹം തമിഴ് കവിയാണ്. തമിഴിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 3ാമത്തെ വ്യക്തി കൂടിയാണ് ആർ വൈരമുത്തു. അതുപോലെ നമ്മൾ വയലാർ അവാർഡ് പറഞ്ഞായിരുന്നു. ഈ സന്തോഷ് കുമാറിനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അത് 49ാമത് വയലാർ അവാർഡാണെന്ന് ഓർക്കുക. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ എന്താ, നമുക്ക് കേരളവും ജ്ഞാനപീഠ അവാർഡും ഒന്ന് ഓടിച്ച് 1 മിനിറ്റ് എടുക്കാവും. കേരളവും ജ്ഞാനപീഠ പുരസ്കാരം ഇതുവരെ എത്ര മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്? 6 മലയാളികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. 1965 ജി ശങ്കരക്കുറുപ്പിനാണ് കിട്ടിയത്. 1980 SK പൊറ്റക്കാട്, 1984 തകഴി ശിവശങ്കരപിള്ള, 1995 MT വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അച്യുതൻ നമ്പൂതിരിയുടെ പ്രധാന കൃതി ഏതാണ്? 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. ഒന്നുകൂടെ പറഞ്ഞു കൊടുത്താൽ അവരെഴുതിയെടുക്കും. നിർത്തി പറയും. 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് 1965 ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഓടക്കുഴൽ. രണ്ടാമത്തത് 1980 SK പൊറ്റക്കാട്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. ഇനി 1982 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഒരു പ്രത്യേക കൃതിക്ക് എന്നത് മാറ്റിയിട്ട് സമഗ്ര സംഭാവനയ്ക്ക് എന്ത് നൽകാൻ തുടങ്ങി? ജ്ഞാനപീഠം നൽകാൻ തുടങ്ങി. അപ്പം 1984 സമഗ്ര സംഭാവനയ്ക്ക് ആദ്യ ജ്ഞാനപീഠം കിട്ടുന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കരപിള്ള. അടുത്തത് 1995 MT വാസുദേവൻ നായർക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന നാടകമാണ് ഗോപുര നടയിൽ. 2007 കിട്ടുന്നത് ONV കുറുപ്പിനാണ്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. നമുക്കിനി സരസ്വതി സമ്മാനത്തിലേക്ക് ഒന്ന് കടന്നാൽ എന്താ? സരസ്വതി സമ്മാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മാത്രം പറയാം. 2025 സരസ്വതി സമ്മാൻ കിട്ടിയ വ്യക്തിയാണ് റാം കുമാർ മുഖോപാധ്യായ. എന്നാൽ 2026 കടമ്മനിട്ട പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? അത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2026 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം കിട്ടിയത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. നമുക്ക് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ മലയാളികൾ മാത്രം ഒന്ന് നോക്കാം. എഴുതുന്നില്ല, ഞാൻ നിർത്തി പറയാം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളികളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നില് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് N പ്രഭാകരനാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് മായാ മനുഷ്യർ. 2025
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എൻ പ്രഭാകരന്റെ മായാമനുഷ്യൻ എന്ന കൃതിക്കാണ്. ഇനി 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അത് അഖിൽ പി ധർമ്മജനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജനാണ്. കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ്? രാത്രി 12 മണിക്ക് ശേഷം, അതുപോലെ മെർക്കുറി ഐലൻഡ്, റാം കെയർ ഓഫ് ആനന്ദി, ഇതെല്ലാം അഖിൽ പി ധർമ്മജന്റെ കൃതിയാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് ശ്രീജിത്ത് മൂത്തേടത്ത്. ശ്രീജിത്ത് മൂത്തേടത്ത് അദ്ദേഹത്തിന്റെ കൃതിയാണ് പെൻഗ്വിനുകളുടെ വൻകരയിൽ. പെൻഗ്വിനുകളുടെ വൻകരയിൽ. പെൻഗ്വിൻ എവിടെയാണ്? ഓസ്ട്രേലിയ. ശരി. അടുത്തത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയത് 1969 മുതലാണ്. 69. ആദ്യത്തെ ജേതാവ് ആരാണ്? ദേവിക റാണി റോറിച്ച്. ദേവിക റാണി റോറിച്ച്. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് മോഹൻലാൽ. മോഹൻലാൽ 2023 55ാമത്തെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് മോഹൻലാൽ. ഇദ്ദേഹം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ്. ആദ്യത്തെ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ, വർഷം 2004. മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയുടെ പുതിയ പേരാണ് കെ സോട്ടോ. അപ്പൊ മൃതസഞ്ജീവനിയുടെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ, അതായത് ഗുഡ്വിൽ അംബാസിഡർ ആണ് മോഹൻലാൽ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? അത് ആലിൻ ഷെറിൻ എബ്രഹാം ആണ്. ഇനി സംസ്ഥാന സർക്കാർ അവയവദാനത്തിന് മാത്രമായിട്ട് ഒരു ആശുപത്രി ആരംഭിക്കുന്നുണ്ട്. അത് കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലാണ്. കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ. ആ ഹോസ്പിറ്റലിന് ഈ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ പേരാണ് നൽകുന്നത്. ശരി. അടുത്തത് ജെ.സി. ദാനിയേൽ പുരസ്കാരം നമുക്ക് നോക്കാം. ജെ.സി. ദാനിയേൽ പുരസ്കാരം. ജെ.സി. ഡാനിയൽ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1992 മുതലാണ്. പ്രഥമ ജേതാവാണ് ടി.ഇ. വാസുദേവൻ. എന്നാൽ 2023 ഈ പുരസ്കാരം കിട്ടിയത് ഷാജി എൻ കരുണിനാണ്. ഷാജി എൻ കരുൺ. 2024 ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ആർക്കാണ്? നടി ശാരദയ്ക്കാണ്. അത് ചോദിക്കാം, ശാരദ വേണമെങ്കിൽ ചോദിക്കാം. അവസാനം കിട്ടിയത് ശാരദ 2024 കിട്ടിയത് ജെ.സി. ഡാനിയൽ പുരസ്കാരം. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ജെ.സി. ഡാനിയൽ. ശരി. അടുത്തത് ഇവിടുന്ന് ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്നുള്ള സത്യമാണ്. ഇന്ത്യൻ സിനിമയിൽ പിന്നണി ഗാനം, ആദ്യത്തെ പിന്നണി ഗാനം ഏത് സിനിമയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു? നിർമ്മല. 1938. അതിൽ ഈ ദേവിക റാണി റോറിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നണി ഗാനം നിർമ്മല. ഹിന്ദി സിനിമയാണ്. എന്ത് സിനിമയാണ്? ഹിന്ദി സിനിമയാണ് നിർമ്മല. ശരി. അടുത്തത് നമുക്ക് ലോക പരിസ്ഥിതി ദിനത്തെക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. ലോക പരിസ്ഥിതി ദിന വേദികൾ 2025 ദക്ഷിണാഫ്രിക്ക. 2025 വേദിയാണ് ദക്ഷിണാഫ്രിക്ക. എന്നാൽ 2026 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങളുടെ വേദിയാണ് അസർബൈജാനിലെ ബാക്കു. അപ്പോൾ ഒന്ന് പറയാം, നമ്മൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് അസർബൈജാനിലെ ബാക്കു ആണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമെന്ന് പറഞ്ഞു. 2026 തീം എന്താണ്? പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി. പറയാം, പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി. ശരി. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി. ശരി. അതാണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ 5 അല്ലേ? എന്നാൽ പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? പ്രകൃതി സംരക്ഷണ ദിനമാണ് ജൂലൈ 28. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ജൂലൈ 28 ആണ് പ്രകൃതി സംരക്ഷണ ദിനം. ജൂൺ 26 ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. ലോക ലഹരി വിരുദ്ധ ദിനം. ശരി. അടുത്തത് അന്താരാഷ്ട്ര യോഗ ദിനം എന്നാണ്? ജൂൺ 21. ജൂൺ 21. ജൂൺ 21. ജൂൺ 21. 2026 ഈ യോഗ ദിനാഘോഷങ്ങൾ നടക്കുന്നത് കൊൽക്കത്തയിലാണ്. 2026. 25 ഭുവനേശ്വറിലായിരുന്നു. യോഗ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസ്. ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണ് അല്ലേ? UN ആണ് ഈ യോഗ ഡേ നടത്തുന്നത്. അതുപോലെ ഇന്ത്യയുടെ യോഗ തലസ്ഥാനമാണ് ഋഷികേശ്. അടുത്തത്
നമുക്ക് ബ്രിക്സ് 2025-26 സമ്മേളനം നടന്നത് എവിടെയാണെന്ന് പരിശോധിച്ച് നോക്കാം. ബ്രിക്സ്, BRICS, ബ്രിക്സ്. ബ്രിക്സ് പറയും. ബ്രിക്സിന്റെ 2026 ലേറ്റസ്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്, ന്യൂഡൽഹി, ഇന്ത്യ. 2025 ബ്രസീൽ, 2025 ബ്രസീൽ, 2026 ഇന്ത്യ. അടുത്തതാണ് G20. 2025 അതിൻ്റെ ഉച്ചകോടി നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. 2025 ദക്ഷിണാഫ്രിക്ക, 2026 അമേരിക്ക. അടുത്തത് G7. 2026. ഇതിപ്പോ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2026 G7 ഉച്ചകോടിയുടെ വേദിയായിരുന്നു ഫ്രാൻസ്. 2026 ഫ്രാൻസ്. കോപ്പ് കാലാവസ്ഥാ ഉച്ചകോടി 2026 നടന്ന എവിടെയാണ്? തുർക്കിയിലാണ് കാലാവസ്ഥാ ഉച്ചകോടി. അതുപോലെ G20 2026 അമേരിക്കയിൽ നടന്നത് അമേരിക്കയിലെ മിയാമി എന്ന് പറയുന്ന സ്ഥലത്ത്. ശരി, മിയാമി. 2026 COP31 വേദിയാണ് തുർക്കി. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഒരു വലിയ ക്ലാസ് എടുക്കാനാണ് ഞങ്ങൾ വന്നത്, പക്ഷേ എങ്ങും എത്തിയില്ല. ഒരു ചെറിയ ക്ലാസ് എടുത്ത് ഞങ്ങൾ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ്. കറണ്ട് അഫയേഴ്സ് എഴുതാൻ പ്രത്യേക ബുക്ക് വേണം. എല്ലാ ദിവസവും പത്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം എഴുതി വയ്ക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. ശനിയാഴ്ച നടക്കുന്ന പരീക്ഷയിൽ നെഗറ്റീവ് എഴുതാതെ എല്ലാവരും നന്നായി മുന്നേറണം, പഴയ ക്ലാസ്സുകളെല്ലാം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.